ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിലെ ഒരു ഡ്രൈവിംഗ് ആണ്. രാത്രിയിലെ ഡ്രൈവിങ്ങിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇസ്രായേലിലെ റോഡുകളും രാത്രിയിലെ കാഴ്ചകൾ, ഒരു ചെറിയ വീഡിയോ, നമുക്ക് രാത്രിയിലെ കാഴ്ചകളുടെ ചെറിയ വീഡിയോ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, ഒന്ന് പോയി നോക്കാം. രാത്രിയത്തെ യാത്ര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ രസമായിട്ട് തോന്നും. ഈ ലൈറ്റും അതുപോലെ തന്നെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് രാത്രി യാത്ര നല്ല രസമാട്ടോ. ഇത് ഇസ്രായേലിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ക സിഗ്നലാണ്. ആരും സിഗ്നൽ ഒന്നും തെറ്റിച്ചോണ്ടോ റോങ് ആയിട്ടോ പോവൂല. കറക്റ്റ് സിഗ്നൽ. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒഴിച്ച് മറ്റുള്ള പുറം രാജ്യങ്ങളിലെല്ലാം സെയിമാന്ന് തോന്നുന്നു. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പറയുന്നത് കേൾക്കാം, സിഗ്നൽ ഇല്ല, ഹോണടി ഇല്ല, ഓവർടേക്കിംഗ് ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്കത് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു ഓവർടേക്കിങ്ങും ഇല്ല, ആർക്കും തിരക്കില്ല, എല്ലാവരും നല്ല ക്ഷമയോടുകൂടിയ വാഹനം ഓടിക്കുന്നത്. പിന്നെ നമുക്ക് പോകേണ്ട ആ ഒരു സ്ഥലമല്ലാണ്ട് നമ്മളല്ലാതെ ഒന്നും കയറി ഇറങ്ങുമോ പോവുമോ ഒന്നും ചെയ്യില്ല. അതൊരു നല്ലൊരു മാതൃകയാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരുപാട് ജനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ 100 ഇരട്ടി ജനം നമ്മുടെ നാട്ടിലുണ്ട്. ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ 85 ലക്ഷം ആളുകളാ ഉള്ളൂ. ഈ 85 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു 75% മാത്രമേ ആവണുള്ളൂ. ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ വെച്ചൊന്നും അളക്കാൻ പറ്റൂല. അത്രയ്ക്കും ആളുകളും അത്രയ്ക്കും വലിയ രാജ്യവും അതിനനുസരിച്ചുള്ള വണ്ടികളും കൂടുതലാണ്. അപ്പം ഇത്രയും ഫെസിലിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റൂലെങ്കിൽ പോലും
നമ്മുടെ ചെറിയ ഫെസിലിറ്റികളും അല്ലെങ്കിൽ ചെറിയ റോഡുകൾ, ചെറിയ സംവിധാനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റും. അതിപ്പോൾ ഗവൺമെൻറ് മാത്രം വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടൊന്നും അത് നടക്കൂല. ആളുകളത് പാലിക്കണം. ഇവിടെ നമുക്ക് കണ്ടറിയാം, എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഒരു വണ്ടിയും ഓവർടേക്ക് ചെയ്യില്ല. അതിനുള്ള സംവിധാനമില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ആ നിയമം അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രശ്നം, നമുക്കെല്ലാവർക്കും തിരക്കാണ് നമ്മുടെ നാട്ടിലെ. എങ്ങനെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണം. അതാണ് ഇവിടെ നമ്മൾ ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ വണ്ടി, ഇതിനകത്തൊക്കെ വണ്ടികൾ പോണ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു വണ്ടി പോലും ഓവർടേക്ക് ചെയ്യണ്ടോന്ന് നോക്ക്. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും ഒരു തിരക്കില്ല, കൃത്യമായ സ്പീഡാണ് ഇവിടെ. ഇവിടെ 80 കിലോമീറ്റർ സ്പീഡിലാണ് പോകാമുള്ളൂ. ആ 80 കിലോമീറ്റർ സ്പീഡും മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതന്നേരം വണ്ടി ഇല്ലാത്തപ്പോഴും ഒക്കെ ആയിരിക്കാം. എന്തായാലും അത് പിടിച്ചാൽ വലിയ പിഴയാണ്. അതുപോലെ ഇവിടുത്തെ ട്രാഫിക് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ റൗണ്ട് അബൌട്ട്. നമ്മുടെ സിഗ്നലിന് പോലെയുള്ള റൗണ്ട് അബൌട്ട്. എന്നെ രസമായിട്ടാണ് ഈ റൗണ്ട് അബൌട്ടൊക്കെ അറേഞ്ച് ചെയ്തേക്കണേന്ന് അറിയാമോ? അത് ഞാൻ പല വീഡിയോകളിലും നമ്മുടെ റൗണ്ട് അബൌട്ട് വിട്ടിട്ടുണ്ട്. കാരണം അത് കാണുമ്പോൾ നല്ല രസമാണ്. ഇത് നോക്കുക, എന്ത് രസമാണെന്ന് നോക്കുക. ഈ റോഡ് രണ്ട് സൈഡിലും നല്ല ലൈറ്റും സംവിധാനമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രാത്രി എന്നല്ല, പകലാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇതാകുമ്പോൾ ഒരു ശല്യമില്ല, നല്ല രസം, നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ. അവിടുത്തെ നിന്ന് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഒരു അന്തരീക്ഷത്തേക്കൂടെ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ, അത് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കും. നല്ല രസമുണ്ട്. നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അടിപൊളി കാഴ്ചകളാണ്. ഈ റോഡിൻ്റെ സൗന്ദര്യമാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റുള്ളൂ. രാത്രി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രദേശം ഒക്കെ കാണിക്കാൻ പറ്റുമോ അറിയില്ല. രാത്രിത്തെ ഈ ലൈറ്റ്, അത് ഇവിടുത്തെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടുകൾ ശരിക്കും ഈ കുന്നിൻ മുകളിലുള്ള വീടുകൾ. അപ്പം നമ്മൾ താഴ്വാരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ കുന്നിൻ്റെ മുകളിലുള്ള ഒരു പ്രകാശം ഭയങ്കര രസമാട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രസമാണ് അത്. കാരണം താഴെ നോക്കുമ്പോൾ ഇങ്ങനെ കുന്നുകളെല്ലാം ലൈറ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക, കുന്നുകൾ. അപ്പം അതൊരു പ്രത്യേക രസമാണ്. പിന്നെ നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ യാത്രയൊക്കെ ഒന്ന് കാണാം. ഈ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് 2 മിനിറ്റ് ദൂരം എൻ്റെ വീട്ടിട്ടുള്ളൂ, ഞാൻ താമസിക്കണോർത്തിട്ട്. ഞാനപ്പോൾ വിചാരിച്ചു ഈ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്ത് തന്നെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് നല്ല രസമായി രാത്രി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ. ഭയങ്കര നിശബ്ദമായിട്ടിരിക്കുകയാണ്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. അങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യാന്ന് ഓർത്താണ് ഇപ്പം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യണേ. എനിക്കല്ലെങ്കിൽ 5 മിനിറ്റ് മതി നമ്മുടെ വീട്ടിൽ എത്താനേ. പിന്നെ നമ്മളിപ്പോൾ ഈ ജോലിയൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇസ്രായേലിലെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ജോലിയാണ്. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലെ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. ഇസ്രായേലിൽ ഫാമിലി ആയിട്ട് വരാൻ പറ്റൂല. ആ ഒരു കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു കുറുക്കൻ പോണുണ്ടോ, നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഒരു കുറുക്കൻ അടിക്കുമ്പോൾ കുറുക്കന്മാരൊക്കെ ഒരുപാട് ഉണ്ട്, വട്ടം ചാടാണ്ടൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഇസ്രായേലിലെ ജോലിയെ പറ്റിയും ജോലിക്ക് വരേണ്ട രീതിയെ പറ്റിയും ഈ ജോലിയുടെ സ്വഭാവം എന്നാന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്കേ വന്ന് ജോലി ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്.
ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീഡിയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.